രാജ്യത്തെ ഇരുമ്പ് ഉൽപാദക കമ്പനികൾക്ക് UAE-യിൽ ഓഫീസുകൾ തുറന്ന ഭാരതം. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. റാസ് അൽ ഖൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയുമായി കുമാരസ്വാമി കൂടിക്കാഴ്ച നടത്തി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മെക്കോൺ ലിമിറ്റഡ്, നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ ഓഫീസുകളാണ് ദുബായിൽ തുറന്നത്. 3 ദിവസത്തെ UAE സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ഉരുക്ക് വ്യവസായ മന്ത്രി HD കുമാരസ്വാമി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതവും UAE തമ്മിലുള്ള വ്യവസായിക സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പുതിയ ഓഫീസുകൾ. റാസ് അൽ ഖൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ തന്ത്രപരമായ വിഷയങ്ങളിലുള്ള സഹകരണത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. റാസ് അൽ ഖൈമയിൽ നിന്ന് കുറഞ്ഞ സിലിക്ക ചുണ്ണാമ്പുകല്ല് ദീർഘകാലത്തേക്ക് ലഭ്യമാക്കൽ, ഭാരതത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉരുക്ക് കയറ്റുമതിയിലൂടെ വ്യാപാര പങ്കാളിത്തം വികസിപ്പിക്കൽ എന്നിവയിൽ ധാരണയിലെത്തിയതായി കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. Had a visit to Ras Al Khaimah. The Honorable Minister had a meeting with the ruler of Ras Al Khaimah. A large quantity of raw material in the steel manufacturing is sourced from Ras Al Khaimah already, dolomite and limestones. So there are plans to expand presence of our steel manufacturers in Ras Al Khaimah. So the discussions are starting today. വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് UAE സാമ്പത്തിക വിനോദസഞ്ചാര മന്ത്രി അബ്ദുല്ല ബിൻ തോക്ക് അൽമറിയുമായി കുമാരസ്വാമി ചർച്ച നടത്തി. റാസ് അൽ ഖൈമ തുറമുഖം, സ്റ്റെവിൻ റോക്ക് ക്വാറി, ദുബായ് ജബലലിയിലെ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം, കൊനാറസ് സ്റ്റീൽ എന്നിവയും മന്ത്രി സന്ദർശിച്ചു. ജനം, ദുബായ്.